ഈ Z90 ഡിവൈസിൽ ഇപ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇത് L0 ആയതുകൊണ്ട് ഇതിൽ ഫിംഗർ പ്രിൻറ്റ് ഡിവൈസ് വർക്ക് ചെയ്യില്ല. പകരം നമുക്ക് വേറെ ഡിവൈസ് ഇതിൽ ഉപയോഗിക്കാം. L1 തന്നെ വേറെ ഡിവൈസ് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ പെയർ ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് 3 ഡിവൈസാണ് കാണിക്കുന്നത്. Z90 RTEC, StarTech, Morpho. Z90 RTEC ഓൾറെഡി L0 ആണ്, അത് വർക്ക് ചെയ്യില്ല. പിന്നെ StarTech L1 ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മോർഫോ, ഇപ്പോൾ എൻ്റെ കയ്യിൽ മോർഫോയും ഉണ്ട്, സ്റ്റാർടെക്കും ഉണ്ട്. ഇതിൽ നമുക്ക് കണക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് C പോർട്ട് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് C ടൈപ്പ് OTG കേബിൾ കണക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ കണക്ട് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മോർഫോ ഡിവൈസ് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കാണിക്കുന്നു, യുവർ ഡിവൈസ് ഈസ് റെഡി ടു യൂസ്. ഇനി ഇവിടെ മോർഫോ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക, ഓക്കെ ഫിനിഷ്. ഇനി ഇവിടെ APS എടുത്തിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഇതിൽ മോർഫോ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് ഇതിലും ചെക്ക് ചെയ്യാം. സ്റ്റാർടെക്കിനും സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇതിൽ ഓൾറെഡി യൂസ് ചെയ്യാൻ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇനി സ്റ്റാർടെക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സ്റ്റാർടെക് സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ഡിവൈസ് കണക്ട് ചെയ്ത് സ്റ്റാർടെക്കും കണക്ട് ചെയ്തു. കണ്ടല്ലോ സ്കാനർ റെഡിയാണ്. ഇപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. ഓൾറെഡി ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഇതും ഇതിൽ വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ 2 പറഞ്ഞ ഡിവൈസസ് ഇതിൽ ഉപയോഗിക്കാം. ഒന്ന് മോർഫോ, ഒന്ന് സ്റ്റാർടെക്.